ഹലോ, നമസ്കാരം. ഇതൊരു പെട്രോൾ ബലീനോയാണ്. ഈ ബലീനിൽ കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വെഹിക്കിൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. പിന്നെ എന്തെന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ടാവണില്ല കേട്ടോ. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. ആദ്യം ഈ വെഹിക്കിൾ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊന്ന് അറിയണ്ടേ. അപ്പോൾ നല്ലപോലെ ക്രാങ്ക് ആവുന്നുണ്ട് കേട്ടോ, പക്ഷേ വെഹിക്കിൾ സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഇഗ്നിഷൻ ഓഫ് ചെയ്തു, ഒന്നും കൂടി ഓൺ ചെയ്തു, ഒന്നും കൂടി ക്രാങ്ക് ചെയ്യണം. അപ്പോൾ വെഹിക്കിൾ സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ. അപ്പോൾ കംപ്ലൈൻറ്റ് നിലവിലുണ്ട്. പെട്രോൾ നോക്കുന്ന സമയത്ത് ആ കേജിൽ ഏകദേശം ഒരു കാർ ടാങ്കിൻ്റെ അടുത്ത് പെട്രോൾ കാണിക്കുന്നുണ്ട്. ഫ്യൂവൽ പമ്പിലേക്ക് വരുന്ന വോൾട്ടേജും കറക്റ്റാണ്, അതിലേക്ക് പ്രോപ്പറായിട്ട് വോൾട്ടേജും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ടാങ്ക് ഒന്ന് ഇറക്കി നോക്കാം. ചിലപ്പോൾ പമ്പിൽ വല്ല കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കാറ്. ഫ്യൂവൽ ടാങ്ക് ബഫിലാണിത്. ഇത് കൊഴിഞ്ഞ് കിടക്കുക കേട്ടോ. ഇത് കൊഴിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നമ്മളുടെ കേജ്, ഫ്യൂവൽ കേജിൻ്റെ അടിഭാഗത്ത് കിടക്കുക. ആ കിടക്കുന്നത് കൊണ്ടാണ് കാർ ടാങ്ക് പെട്രോളായിട്ട് അത് കാണിക്കണത്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ടാങ്കിൽ ഒരു തുള്ളി പെട്രോൾ ഇല്ല കേട്ടോ. അതിൽ ഫുള്ള് ഡ്രൈ ആണ്. ആ ഡ്രൈ ആയതുകൊണ്ടാണ് ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവാൻ കാരണം. ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഇതാ കണ്ടോ, ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഫ്യൂവൽ കേജ് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവുന്നത് കണ്ടോ. ഈ രീതിയിലാണ് ടാങ്കിൽ വർക്കാവുന്നത്. പക്ഷേ ഫ്യൂവല് നിലവിൽ അതിലില്ല. ഫ്യൂവൽ ടാങ്ക് ബഫിൽ നമ്മളതിൽ സെറ്റ് ചെയ്തു കേട്ടോ. അതൊരു രണ്ട് സൈഡ് ഒരു ലോക്കാണ്. ആ ലോക്ക്, ആ ടാങ്കിലൊരു ലോക്കാണ്. ആ ലോക്ക് കറക്റ്റായി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി അത് ലോക്കാവും. അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടാങ്ക് റീഫിറ്റ് ചെയ്തു. പെട്രോൾ ഒരു 15 ലിറ്റർ പെട്രോൾ നമ്മളിതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇഗ്നിഷൻ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്തു, 2 പ്രാവശ്യം ഓൺ ചെയ്തു, ഓഫ് ചെയ്തു. ഇപ്പോൾ മീറ്റർ പ്രോപ്പറായിട്ട് ഒരു 15 ലിറ്ററിൻ്റെ ഒരു കപ്പാസിറ്റി ഇതിൽ കാണിക്കുന്നുണ്ട് മീറ്ററിൽ. അപ്പോൾ വെഹിക്കിൾ സ്റ്റാർട്ടായി കേട്ടോ. ഒറ്റയടിക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ആ പ്രോബ്ലം അവിടെ നിന്നു. അതിനുശേഷം നമുക്ക് ഈ വെഹിക്കിൾ ഒന്ന് ഓടിച്ച് നോക്കാം. ബലീനോ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്ററിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കേജിൽ ഫുള്ളായിട്ട് പെട്രോൾ കാണിക്കും, ചിലപ്പോൾ ടാങ്കിൽ പെട്രോൾ ഉണ്ടാവില്ല. അതിനുള്ള കാരണമാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ എന്തായാലും നമ്മളൊരു 10 ലിറ്റർ പെട്രോൾ അല്ലെങ്കിൽ ഒരു 5 ലിറ്റർ പെട്രോളെങ്കിലും വാങ്ങിച്ച് അതിൽ ഒഴിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.